നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞേച്ചി വരുവോ? വരൂ കുഞ്ഞേച്ചി. ഞാൻ വരാം കുഞ്ഞേച്ചി, വരാം. ഹായ് കുഞ്ഞേച്ചി, വരാന്ന്. കുഞ്ഞേച്ചി, മോളെ. കുഞ്ഞേച്ചി, എന്റെ കുഞ്ഞേച്ചി വന്നോ? ശ്യാമേ മോളെ. കുഞ്ഞേച്ചി, എന്റെ കുഞ്ഞേച്ചി പറ, കുഞ്ഞേച്ചി എന്നെ വിട്ടുപോവോ ഇനി? ശ്യാമേ പറ, കുഞ്ഞേച്ചി എന്നെ വിട്ടുപോവോന്ന്. ശ്യാമേ നീ മോളെ ടീ. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി പറയേ മോളെ. ശ്യാമേ വീട്. ശ്യാമേ കുഞ്ഞേച്ചി എന്നെ വിട്ടുപോവോന്ന്. മോളെ. ഡോക്ടർ എന്താ ഇവിടെ ഇങ്ങനെ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്യാമയുടെ നെർവസ് സിസ്റ്റത്തിനുണ്ടായ തകരാറ് അവളെ മറ്റേതോ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഭൂതകാലത്തിന്റെ ഏതോ ഒരു പോയിന്റിലാണ് അവളിപ്പോ. അവിടെ എല്ലാ ആപത്തുകളിൽ നിന്നും അവൾ രക്ഷകയായി കാണുന്നത് അവളുടെ കുഞ്ഞേച്ചിയാ. അമ്മയടക്കം ആരെയും ശ്യാമയ്ക്ക് ഓർമ്മയില്ലെന്നല്ല, അതൊക്കെ മങ്ങിയ ചിത്രങ്ങൾ പോലെ ഇടയ്ക്ക് തെളിയുകയും മായുകയും ചെയ്യും. ബട്ട് താനൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടെന്ന് തോന്നുമ്പോ അവളുടെ മനസ്സ് അതിവേഗം ഒരു രക്ഷ തേടി ശാലിനിയിലേക്ക് പായും. കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ അടുത്തേക്ക് പായുന്നത് പോലെ. അപ്പോ ശാലിനി അവിടെ രക്ഷാസംഗീതമായി കിട്ടുന്നില്ലെങ്കിൽ അവൾ പാനിക്കാവും. ചിലപ്പോ വയലന്റ് ആവുകയും ചെയ്യും. ഈ കണ്ടീഷനിൽ അതൊക്കെ എന്തുമാത്രം ദോഷം ചെയ്യുമെന്ന് ഞാൻ പറയണ്ടല്ലോ. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി പറ, എന്നെ വിട്ടു പോവോ? പോവോ കുഞ്ഞേച്ചി? കുഞ്ഞേച്ചി പറ, എന്നെ വിട്ടു പോവോന്ന് പറ, എന്നെ വിട്ടു പോവോ? മോളെ, ഇനി ചിലപ്പോ ശ്യാമ വയലന്റ് ആയെന്ന് വരും. ശ്യാമേ വിട്ടു പോവോന്ന് പറ, പോവോന്ന്. ഇല്ല, വിട്ടു പോവില്ല. ഒരിക്കലും വിട്ടു പോവില്ലല്ലോ. ഇല്ല മോളെ, പോവില്ല. അത് മതി. കുഞ്ഞേച്ചി എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മതി. ഡോക്ടർ, ഒരു ഡീലക്സ് റൂം വേണം. ഡോക്ടർ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. അതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇവിടെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാനില്ല. വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ തന്നെ നോക്കാമെങ്കിൽ മെഡിസിൻസ് ഞാൻ തന്നേക്കാം. അപ്പോ ഇപ്പൊ ഡിസ്ചാർജായി പോവോ ഡോക്ടർ? IP അഡ്മിഷൻ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ബില്ലടിച്ചു പോയാൽ മാത്രം മതി. രോഹിത്തെ, ശ്യാമെ വിളിക്ക്. ശ്യാമേ മോളെ. ശ്ശോ. മോളെ ശ്യാമേ. സത്യാമ്മേ, ശാസനയും ശിക്ഷയൊന്നും ഇവിടെ വിലപ്പോവില്ല. ശ്യാമയ്ക്കിപ്പോ അവളുടെ കുഞ്ഞേച്ചിയാണ് അവളുടെ ലോകം. കുഞ്ഞേച്ചി, അവള് പിടിച്ചു തള്ളിയത് അവളുടെ ഭർത്താവ് രോഹിത്തിനെ അല്ല, അവളുടെ സുരക്ഷിത ലോകത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ആരെയോ ആണ്. അല്ല,
ശാലിനിയെ കൊണ്ട് മാത്രമേ അവളെ നിയന്ത്രിക്കാൻ കഴിയൂ. അപ്പൊ വീട്ടിൽ പോണെങ്കിലോ? സത്യമേ, ഞാൻ കൊടുക്കുന്ന മെഡിസിൻസ് അല്ല, കുഞ്ഞീച്ചയാണ് ശ്യാമയുടെ പ്രധാന ഔഷധം. അത് മനസ്സിൽ വെച്ച് നിങ്ങൾ ശ്യാമയെ നോക്കിക്കൊള്ളൂ എന്ന് കരുതിയ ഞാൻ അവളെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. രോഹിത്തെ, നമുക്ക് ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. സത്യമേ, ശാരദാമ്മേ വിളിക്കേ. ശാലിനി, ശ്യാമേ, നമുക്ക് വീട്ടിൽ പോവാം. പോവാലോ? പോവാം. കുഞ്ഞേച്ചി വരില്ലേ? അത് കുഞ്ഞേച്ചി വന്നില്ലെങ്കിൽ ഞാനും ഇല്ല. ഞാനും വരൂല. സത്യമ്മ സമ്മതിച്ചു മോളെ. പുറത്തേക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിന്നെ നേരിട്ട് വിളിക്കാനുള്ള മടി കൊണ്ട് പുറത്തേക്ക് പോയതാ. അതെ ശാലിനി, സത്യമയുടെ മനസ്സെനിക്കറിയാം. കുഞ്ഞേച്ചി വരുവോ? വരൂ കുഞ്ഞേച്ചി. ഞാൻ വരാം കുഞ്ഞേച്ചി, വരാം. ഹായ് കുഞ്ഞേച്ചി, വരാന്ന്. പോ കുഞ്ഞേച്ചി. ശ്യാമേ, സൂക്ഷിച്ച്. എന്തിനാ സൂക്ഷിക്കുന്നേ? അത് നീ സ്റ്റെപ്പിന്ന് വീണതല്ലേ? അങ്ങനെ എന്റെ നെറ്റി പൊട്ടിയതല്ലേ? കണ്ടോ, കുഞ്ഞേച്ചി എന്നെ നോക്കാതിരുന്നോണ്ടല്ലേ. ഇനി എന്നെ നോക്കാതിരിക്കില്ലല്ലോ കുഞ്ഞേച്ചി. ഇല്ല മോളെ. എന്റെ കയ്യിന്ന് വിടല്ല കുഞ്ഞേച്ചി. ഇല്ല മോളെ. വാ വാ, പെട്ടെന്ന് പോവാം നമുക്ക്. വാ വാ കുഞ്ഞേച്ചി. വാ പോ. ഒരു ഡോക്ടർ കള്ളം പറയാൻ പാടില്ല, പക്ഷേ ഞാനും ഇതിൽ ഉൾപ്പെട്ടു പോയി. ആദ്യത്തെ നാടകം നീ അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ 6 വർഷം കഴിഞ്ഞുള്ള പുതിയ അംഗം നീ പോലും അറിയാതെയാ ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.